1998 സ്വർണം പൊതിഞ്ഞ വാതിലുകൾ മാറ്റാൻ 2019 തീരുമാനിച്ചതാണ് ഏറ്റവും ദുരൂഹമായ കാര്യം. വാതിലിന് കേടുപാടുണ്ടെന്നോ ചൈതന്യ ശോഷണം ഉണ്ടായെന്നോ ഒന്നും തന്ത്രി പറഞ്ഞിരുന്നില്ല. ദേവപ്രശ്നങ്ങളിലും അത്തരമൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. സാധാരണ ക്ഷേത്രങ്ങളിലെ നിർമ്മാണങ്ങൾ മാറ്റുന്നത് ഇതിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. വലിയ ക്ഷേത്രങ്ങളിൽ മരാമത്ത് വിഭാഗം എഞ്ചിനീയറോ ക്ഷേത്രത്തിലെ സ്മിത്തോ പരിശോധിച്ച് ആവശ്യപ്പെട്ടാലും തന്ത്രിയുടെ അനുവാദം തേടാം. എന്നാൽ ശബരിമലയിൽ പുതിയ വാതിലിനായി ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല. വഴിപാട് എന്ന നിലയിൽ പുതിയ വാതിൽ സമർപ്പിക്കാം എന്ന നിർദ്ദേശവുമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ആ നീക്കത്തിന് പിന്നിലുള്ള ദേവസ്വം ബോർഡ് ഉന്നതരുടെ പേരുകളാണ് പുറത്തു വരാനുള്ളത്. ശബരിമലയിലെ കാണിക്ക വഞ്ചിക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ പോലും ഫയൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുന്നിൽ വരെ എത്തുന്നതാണ്. ആ സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയാതെ പുതിയ വാതിൽ നിർമ്മാണം നടക്കില്ല. പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, ബംഗളൂരുവിൽ വ്യവസായിയായിരുന്ന മൂവാറ്റുപുഴ സ്വദേശി PR അജികുമാർ, കർണാടകയിലെ വ്യവസായികളായ രമേശ് റാവു, ഗോവർദ്ധൻ എന്നിവരിൽ നിന്ന് പണം വാങ്ങിയാണ് വാതിൽ നിർമ്മിച്ചത് എന്നാണ് ദേവസ്വം രേഖ. ഇങ്ങനെ പണം പിരിക്കാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകുന്നത്? ദേവസ്വത്തിലെ ഉന്നതർ തന്നെ നടത്തിയ പിരിവല്ലാതെ മറ്റെന്താണ് അന്ന് സംഭവിച്ചത്? എത്ര പിരിച്ചു, എത്ര വിനിയോഗിച്ചു? ഇതാണ് കിട്ടേണ്ട ഉത്തരങ്ങൾ.